ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് കുന്നംകുളത്ത് നിന്ന് പെരുമ്പാവൂർക്ക് തടി കൊണ്ടുപോകാനുള്ള ലോഡാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇത് അവതരിപ്പിക്കാനായിട്ടൊരു എങ്ങനെ അവതരിപ്പിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ കുന്നംകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയാണ് ഇപ്പോൾ നേരത്തെ കണ്ട്. ഇപ്പോൾ ഒന്ന് നേരടിച്ച് ഇത് സൈറ്റിലേക്ക് എത്തിയിരിക്കണം. സൈറ്റിലെത്തിയപ്പോഴാണ് കാണുന്നത്, ഈ കഴിഞ്ഞ കാറ്റത്ത് കംപ്ലീറ്റ് ജാതിമരത്തോട്ടം, ഒരു 1.5 ഏക്കർ 2 ഏക്കറോളം ഉണ്ടാകും. ആ സ്ഥലം കംപ്ലീറ്റ് വീണു. കാറ്റത്ത് വർഷങ്ങളോളം നട്ടു വളർത്തിണ്ടാക്കിയ ജാതിത്തോട്ടം ആളത് 4.25 അടി 3.25 അടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തന്നെ വേറെ 2 പണിക്കാരും ഉണ്ട്. അപ്പോൾ അത് ഏറ്റി ഞാൻ അവിടെ കൊണ്ടുപോയി വണ്ടി അവിടെ അട്ടിയിടണം. പിന്നീട് വണ്ടിയിൽ ലോഡ് കയറ്റി തുടങ്ങണം. ഇതിൽ ജാതി ഉണ്ട്, പിന്നെ മഹാഗണി കിടക്കുന്നുണ്ട്, അതുപോലെ കുടംപുളിയുടെ തടിയുണ്ട്. കണ്ടില്ലേ, കംപ്ലീറ്റ് കാറ്റത്ത് മറിഞ്ഞു വീണ് കിടക്കണം. എല്ലാം മുറിച്ച് പീസാക്കിയിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് ഇനി മുറിക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല. ഇനി അടുത്ത ട്രിപ്പിൽ ഇനി അവിടെ നിന്നാണ്. എന്തായാലും ഇനി ഇവിടുന്ന് ഏറ്റി വണ്ടർ അവിടെ കൊണ്ടുപോയി ഇടാനുള്ള ഒരു വലിയൊരു പണിയുണ്ട്. അങ്ങനെ നമ്മുടെ തടി അടുപ്പിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അടുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തടി വണ്ടിയിൽ ലോഡിങ് തുടങ്ങും. ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. തടി ലോഡ് ഫ്രണ്ട് അട്ടി 3/4 ലോഡോളം ആയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അട്ടിയിടുന്നതും. കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 3 ആൾ, ഒരു ആളും കൂടി വന്നിട്ടുണ്ട്. വോയിസിൻ്റെ ഇടയ്ക്ക് കോഴി കൂവണ ശബ്ദം കയറി വരുന്നുണ്ട്, നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. മൂന്നാളും കൂടിയിട്ട് ലോഡ് കയറ്റിയാണ്. അതിൻ്റെ ഇടയിൽ മൊബൈലും വീണുപോയി. ചില്ല് പൊട്ടിയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ലോഡ് ഫ്രണ്ട് അട്ടിയായി. ലോഡ് പിന്നെ കുറവാണ്, സാധാരണ വെക്കണതിൻ്റെ അത്ര ഇല്ല. ഒരു ചെറിയ വണ്ടിക്കുള്ളത് ഉണ്ടായിരുന്നുള്ളൂ, ലൈലാൻഡിന്. അങ്ങനെ നമ്മുടെ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഷർട്ട് മാറി ഇനി പെരുമ്പാവൂർക്ക് പോകാനായിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ലോഡൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷർട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കൂടെ വരുന്ന ഒരാളും കൂടി ഉണ്ട്. ആളൊന്ന് ഡ്രസ്സ് മാറാൻ വെയിറ്റ് ചെയ്യാണ്. ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് പോകും. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 മണിയുടെ അടുത്തായിട്ടുണ്ട്. ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി പോണ വഴിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ കുന്നംകുളം കഴിഞ്ഞ് ചൂണ്ടലിനിടയിലായിട്ട് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഊണ് കഴിച്ച് വരുമ്പോഴാണ് വണ്ടിയുടെ ഉള്ളിലൊക്കെ മഴ പെയ്ത് ആകെ വെള്ളം കയറി കിടക്കുന്നത്. ഗ്ലാസ് കയറ്റാൻ മറന്നു, ആകെ വെള്ളമായി. ഇനി ഇരിക്കുമ്പോൾ ഫാൻ്റൊക്കെ നനയുന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ പോണ വഴിക്കാണ് ലോഡിങ് ചെയ്യണതിൻ്റെ ഇടയിൽ കാല് മരത്തിൻ്റെ ഇടയിൽ ഇറുകി നഖത്തിൻ്റെ ഇടയിൽ മരത്തിൻ്റെ തോല് കയറിയിരിക്കുന്നു. അത് ഓടിക്കുമ്പോൾ നല്ല വിങ്ങൽ വന്നു. അതെടുത്ത് നമ്മൾ പോണ വഴിക്ക് കൊടകര ചാലക്കുടി ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് അതിഗംഭീര മഴ ഒരു 10 മിനിറ്റ് പെയ്യുമ്പോഴേക്കും റോട്ടിലൊക്കെ നല്ല വെള്ളവും കയറി. നമ്മുടെ വണ്ടികളൊക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റും സൈഡുകളിലൊക്കെ ഉള്ള വണ്ടികളിലേക്കൊക്കെ നമ്മുടെ വണ്ടിയിൽ നിന്നും അവരുടെ വണ്ടിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം തെറിക്കുക തന്നെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ അതിഗംഭീര മഴയാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ ഒരു ബ്രോക്കറെ കണ്ടു. വണ്ടി തൂക്ക് കച്ചവടമായി. ഇതുപോലെ തന്നെ നിങ്ങളുടെ പറമ്പിലുള്ള മരവും വെട്ടി വണ്ടിയിൽ കയറ്റി ഇവിടെ വരുമ്പോൾ റോഡ് സൈഡിൽ ബ്രോക്കർമാരുണ്ടാവും, അവരായിട്ട് കച്ചവടമാക്കാം. കമ്പനിയിലെത്തി ലോഡൊക്കെ തട്ടി. യൂണിയൻകാരാണ് തട്ടണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരത്തെ ഒരു കുഞ്ഞ് അവിടെ ഒരു 4 വയസ്സായ കുഞ്ഞ് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അത് എന്തോ ഒരു വിഷമം തോന്നി. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളും അവിടെ
അവരുടെ അപ്പനും അമ്മേനെ സഹായിക്കണ ഒരവസ്ഥ കണ്ടോ. അത് കമ്പനി കണ്ടിട്ടുണ്ടാവും എന്താണെന്നറിയില്ല, അവിടെ ആ ചെറിയൊരു കുഞ്ഞ് പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.